എല്ലാ അയ്യപ്പ ഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്വാമി ശരണം. അയ്യപ്പൻ ആരാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞാൽ നിരവധി ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അയ്യപ്പൻ ആരാണെന്ന് ഹിന്ദു പുരാണങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ധർമ്മശാസ്ത്ര സ്വയമേവ മാനുഷം ബഹുരാശ്രിതാഹ. ധർമ്മശാസ്താവ് മനുഷ്യരൂപത്തിൽ അവതാരമെടുത്തതാണ് അയ്യപ്പൻ. ഹരിഹരപുത്രനാണ് അയ്യപ്പൻ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ശക്തികൾ ചേർന്ന് ഉണ്ടായ ജന്മമാണ്. ദുർഗാദേവിയും അതുപോലെ തന്നെ പല ഈശ്വരൻ ചൈതന്യങ്ങൾ ചേർന്നിട്ട് ജന്മമെടുത്തതാണ്. ഇതേപോലെ സീത, കർണൻ, നമ്മുടെ അഗസ്ത്യമുനി തുടങ്ങിയ നിരവധി അയോനിജ ജന്മങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ ദൈവികത അല്ലെങ്കിൽ അവരുടെയൊക്കെ മനുഷ്യനിൽ നിന്നും വ്യത്യസ്തമായ ഗുണങ്ങൾ അത് വിശദീകരിക്കാൻ സാധാരണ മനുഷ്യജന്മം എടുത്തവർക്ക് അവരുടെ ക്വാളിറ്റീസിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ശ്രീരാമൻ്റെ ക്വാളിറ്റിക്ക് അടിസ്ഥാനം 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിന്നപ്പോൾ ജന്മം എടുത്തു എന്നതാണ്. അപ്പോൾ ഇതേപോലെ ദിവ്യജനനങ്ങൾക്ക് അവരുടേതായ ക്വാളിറ്റി വിശദീകരിക്കാൻ സാധിക്കണം. അപ്പോൾ ഇവിടെ പലരും അയ്യപ്പനെ മനുഷ്യനാക്കാൻ ശ്രമിക്കുന്നു. അയ്യപ്പൻ്റെ കൂടെ പഠിച്ച ആൾ, അയ്യപ്പൻ്റെ കാമുകി, അയ്യപ്പൻ ഉപയോഗിച്ച വാള്, ഇങ്ങനെയുള്ള നിരവധി തെളിവുകൾ ഉണ്ടാക്കി അയ്യപ്പനെ മനുഷ്യനാക്കാൻ ശ്രമിക്കുന്നു. അയ്യപ്പനെ ആരുടെയൊക്കെയോ പുത്രനാക്കാൻ ശ്രമിക്കുന്നു. ആരുടെയൊക്കെ വീട്ടിൽ ജന്മമെടുത്ത കുട്ടിയായിട്ടോ ദത്തെടുത്ത കുട്ടിയായിട്ടോ നിരവധി അവകാശവാദങ്ങളാണ് ഇപ്പോൾ അയ്യപ്പൻ്റെ പേരിൽ നടക്കുന്നത്. ഇതൊന്നും വിശ്വസിക്കാൻ ഒരു ഹിന്ദുവിന് ബാധ്യതയില്ല എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരീയ ചൈതന്യമാണ്, ദൈവിക ജനനമാണ്. ജനിക്കുമ്പോഴേ ഒരു മണി കഴുത്തിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കർണൻ ജനിച്ചപ്പോൾ കർണകുണ്ഡലങ്ങളോടുകൂടി ജനിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ഓരോ ദിവ്യജനനങ്ങൾക്കും അവരുടെ ജന്മത്തിൽ തന്നെ ചില പ്രത്യേകതകളുണ്ട്. ഇങ്ങനെ സാധാരണ വീടുകളിൽ കുട്ടികൾ ജനിക്കാറില്ല. അത് മനസ്സിലാക്കി അയ്യപ്പൻ ഒരു ദിവ്യജനനമാണ്. അയ്യപ്പൻ അപാരമായ ശക്തി ഉൾക്കൊള്ളുന്ന ഒരു ദിവ്യ തേജസ്സാണ്. നമ്മളെ ഈ കലിയുഗത്തിൽ നേർവഴി നയിക്കാൻ വേണ്ടി ജന്മമെടുത്തിട്ടുള്ള അയ്യപ്പനെ അയോനിജ ജന്മം എന്നുള്ള തരത്തിലാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഈ പറയുന്ന ചരിത്രങ്ങളൊക്കെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ ഹിന്ദുവിന് അവകാശമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.